സുൽത്താനെ സിംഹാസനം രാജിവെക്കാൻ പ്രേരിപ്പിച്ച വാക്കുകൾ. തലിംസാനിലെ സുൽത്താൻ യഹ്യയെ തൻ്റെ സിംഹാസനം ഉപേക്ഷിക്കാൻ നിർബന്ധിച്ച പ്രശസ്ത ടുണീഷ്യൻ ഷെയ്ഖിൻ്റെ വാക്കുകളാണിത്. ഒരു ദിവസം തലിംസാനിലെ സുൽത്താൻ യഹ്യ തൻ്റെ കൊട്ടാര ഉദ്യോഗസ്ഥരോടൊപ്പം നഗരത്തിലൂടെ നടക്കാൻ പോയി. അദ്ദേഹത്തിൻ്റെയും പരിവാരങ്ങളുടെയും ആഡംബരത്തിലും പ്രതാപത്തിലും മയങ്ങിപ്പോയ ആളുകൾ സുൽത്താനെ ബഹുമാനിച്ചുകൊണ്ട് ഭയന്ന് എഴുന്നേറ്റു. "ഞങ്ങളുടെ സുൽത്താൻ നീണാൾ വാഴട്ടെ" എന്ന് വിളിച്ചു പറഞ്ഞു കൈയടിച്ചു. എന്നിരുന്നാലും സുൽത്താൻ്റെ കണ്ണുകൾ അല്പം അകലെയുള്ള ഒരു വ്യക്തിയിൽ പതിഞ്ഞു. ഏകാന്തത ഇഷ്ടപ്പെടുന്ന നിസ്സംഗനായ, ലോകത്തിൽ നിന്ന് വേർപെട്ട അവൻ്റെ തിളക്കമുള്ള മുഖം തിളങ്ങുന്നു. ഈ തിളക്കമുള്ള മുഖമുള്ള അപരിചിതൻ ആരാണെന്ന് അദ്ദേഹം ചുറ്റുള്ളവരോട് ചോദിച്ചപ്പോൾ അവർ മറുപടി പറഞ്ഞു, "മഹാരാജാവേ, അദ്ദേഹം ടുണീഷ്യയിലെ പ്രശസ്തനായ ഷെയ്ഖാണ്. അദ്ദേഹം ഒരു ഗുഹയിൽ ഏകാന്തതയിലാണ് താമസിക്കുന്നത്." അവർ പറഞ്ഞു. ജിജ്ഞാസ നിറഞ്ഞ സുൽത്താൻ ടുണീഷ്യയിലെ ഷെയ്ഖിനോട് ഒരു ചോദ്യം ചോദിക്കാൻ ആഗ്രഹിച്ച് കുതിരപ്പുറത്ത് കയറി. "ഞാൻ ധരിച്ചിരിക്കുന്ന ഈ പട്ടുവസ്ത്രം ധരിച്ച് പ്രാർത്ഥിക്കാൻ എനിക്ക് അനുവാദമുണ്ടോ?" അദ്ദേഹം ചോദിച്ചു. ടുണീഷ്യൻ ഷെയ്ഖ് ഈ ചോദ്യത്തിന് ഉത്തരം നൽകാൻ ആഗ്രഹിച്ചില്ല. തൻ്റെ കൊട്ടാരത്തിലെ പണ്ഡിതന്മാരോട് ചോദിക്കാൻ ആവശ്യപ്പെട്ടു. എന്നാൽ സുൽത്താൻ്റെ അഭ്യർത്ഥനയും നിർബന്ധവും മൂലം അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു: "ഒരു നായ ചത്ത മൃഗത്തെ കണ്ടെത്തി. അത് ആർത്തിയോടെ തിന്നു. എന്നിട്ടും മൂത്രമൊഴിക്കുമ്പോൾ അഴുക്ക് വരാതിരിക്കാൻ അതിൻ്റെ കൈ വായുവിലേക്ക് ഉയർത്താൻ നിർബന്ധിക്കുന്നത് എന്ന് സങ്കല്പിക്കുക." സുൽത്താൻ ദേഷ്യപ്പെട്ടു ഇത് കേട്ടപ്പോൾ. "എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്?" ഷെയ്ഖ് പറഞ്ഞു. "നിങ്ങളുടെ വയറും ശരീരവും ഏറ്റവും വലിയ പാപങ്ങൾ, അനീതികൾ, മറ്റുള്ളവരുടെ അവകാശങ്ങളുടെ ലംഘനങ്ങൾ എന്നിവയാൽ ഭാരപ്പെട്ടിരിക്കുന്നു എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. എന്നിട്ടും പട്ടുവസ്ത്രം ധരിച്ച് പ്രാർത്ഥിക്കുന്നത് അനുവദനീയമാണോ എന്ന് നിങ്ങൾ ചോദിക്കുന്നു." അദ്ദേഹം പറഞ്ഞു. ഈ ആയമേറിയ വാക്കുകൾ സുൽത്താനെ ആഴത്തിൽ സ്പർശിച്ചു. ഈ പ്രഭാവത്താൽ അനുഗ്രഹിക്കപ്പെട്ട അദ്ദേഹം ഉടൻ തന്നെ തൻ്റെ എംബ്രോയിഡറി ചെയ്ത വസ്ത്രങ്ങൾ അഴിച്ചു മാറ്റി വലിച്ചെറിഞ്ഞു. തുടർന്ന് അദ്ദേഹം അരയിൽ വാൾ താഴെയിട്ട് അത്ഭുതത്തോടെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്ന ജനക്കൂട്ടത്തോട് പറഞ്ഞു, ജനങ്ങളെ, എൻ്റെ അവകാശങ്ങൾ ക്ഷമിച്ചു തന്ന് നിങ്ങൾ തന്നെ ഒരു സുൽത്താനെ കണ്ടെത്തൂ" എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ടുണീഷ്യയിലെ ഷെയ്ഖിനെ പിന്തുടർന്ന് അദ്ദേഹത്തിൻ്റെ വിശ്വസ്ത ശിഷ്യനായി. ഷെയ്ഖ് അസ്രത്തുൻ്റെ മാർഗനിർദ്ദേശപ്രകാരം സുൽത്താൻ യഹ്യ ഉയർന്ന ആത്മീയ പദവി നേടി. ആളുകൾ അദ്ദേഹത്തോട് പ്രാർത്ഥനകൾ അഭ്യർത്ഥിച്ചപ്പോൾ ടുണീഷ്യയിലെ ഷെയ്ഖ് പറഞ്ഞു തുടങ്ങി, "യഹ്യയോട് പ്രാർത്ഥന ചോദിക്കുക. കാരണം ഞാൻ അവൻ്റെ സ്ഥാനത്തായിരുന്നെങ്കിൽ അവൻ ചെയ്തതുപോലെ എനിക്ക് ചെയ്യാൻ കഴിയുമായിരുന്നില്ല. സുൽത്താൻമാർക്ക് അവൻ നേടിയ സന്തോഷത്തിൻ്റെ നിധി അറിയാമായിരുന്നെങ്കിൽ അവരും യഹ്യയെപ്പോലെ എല്ലാം ത്യജിക്കുമായിരുന്നു."